ഇംഗ്ലണ്ട് അണ്ടർ-19 ടീമിനെതിരായ യൂത്ത് ഏകദിന പരമ്പരയിൽ ഇന്ത്യൻ യുവനിര മിന്നും പ്രകടനത്തിലൂടെ കിരീടം സ്വന്തമാക്കി. 5 മത്സരങ്ങൾ അടങ്ങിയ പരമ്പരയിലെ 4ാം ഏകദിനത്തിൽ 62 റൺസിന് ഇംഗ്ലണ്ടിനെ തകർത്തതോടെ ഇന്ത്യ 3-1 പരമ്പരയിൽ മുന്നിലെത്തി വിജയം ഉറപ്പിച്ചു. വൈഭവ് സൂര്യവംശിയുടെയും വിഹാൻ മൽഹോത്രയുടെയും തകർപ്പൻ സെഞ്ചുറികളാണ് ഇന്ത്യൻ വിജയത്തിന് അടിത്തറ പാകിയത്. ഇന്ത്യൻ യുവതാരങ്ങളുടെ അസാമാന്യ ബാറ്റിംഗ് കരുത്തും കൃത്യമായ ബൗളിംഗ് പ്രകടനങ്ങളും ഈ പരമ്പരാ വിജയത്തിൽ നിർണായകമായി. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യൻ ടീം 50 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 363 റൺസ് എന്ന കൂറ്റൻ സ്കോർ അടിച്ചുകൂട്ടി. ഇന്ത്യൻ ബാറ്റിംഗ് നിരയുടെ ആഴവും യുവതാരങ്ങളുടെ ആത്മവിശ്വാസവുമാണ് ഈ ഉയർന്ന സ്കോറിന് പിന്നിൽ. തുടക്കത്തിൽ ആയുഷ് മാത്രേ വേഗത്തിൽ നഷ്ടമായെങ്കിലും പിന്നീട് ക്രീസിലെത്തിയ വൈഭവ് സൂര്യവംശിയും വിഹാൻ മൽഹോത്രയും ചേർന്നുള്ള സഖ്യം ഇന്ത്യൻ ഇന്നിംഗ്സിന് ജീവൻ നൽകി. വൈഭവ് സൂര്യവംശിയാണ് ഇന്ത്യൻ ഇന്നിംഗ്സിലെ ടോപ്പ് സ്കോറർ. കേവലം 78 പന്തിൽ നിന്ന് 13 ഫോറുകളും 10 കൂറ്റൻ സിക്സറുകളും സഹിതം 143 റൺസ് അടിച്ചുകൂട്ടിയ സൂര്യവംശി 183.33 എന്ന അവിശ്വസനീയമായ സ്ട്രൈക്ക് റേറ്റ് ആണ് കാഴ്ചവെച്ചത്. വെറും 52 പന്തിൽ സെഞ്ചുറിയിലെത്തിയ വൈഭവ് അതിനുശേഷവും തന്റെ വെടിക്കെട്ട് ബാറ്റിംഗ് തുടർന്നു. 7 സിക്സറുകളും 10 ഫോറുകളും പറത്തിയാണ് അദ്ദേഹം സെഞ്ചുറി പിന്നിട്ടത്. സെഞ്ചുറിക്ക് ശേഷവും ക്രീസിൽ നിലയുറപ്പിച്ച വൈഭവ് 143 റൺസ് എടുത്താണ് മടങ്ങിയത്. അദ്ദേഹത്തിന്റെ ഈ പ്രകടനം ഇംഗ്ലണ്ട് ബൗളർമാരെ പൂർണ്ണമായി സമ്മർദ്ദത്തിലാക്കി. 3ാം നമ്പറിൽ ബാറ്റിംഗിനിറങ്ങിയ വിഹാൻ മൽഹോത്ര വൈഭവിന് മികച്ച പിന്തുണ നൽകി. 121 പന്തിൽ നിന്ന് 129 റൺസ് നേടിയ വിഹാൻ ഇന്നിംഗ്സിന്റെ വേഗത നിലനിർത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു. 110 പന്തിലാണ് വിഹാൻ തന്റെ സെഞ്ചുറി പൂർത്തിയാക്കിയത്. വൈഭവും വിഹാനും ചേർന്ന് 3ാം വിക്കറ്റിൽ 219 റൺസിന്റെ കൂറ്റൻ കൂട്ടുകെട്ടാണ് പടുത്തുയർത്തിയത്. ഈ കൂട്ടുകെട്ടാണ് ഇന്ത്യയുടെ ഇന്നിംഗ്സിന് കരുത്തായത്. മറ്റെല്ലാ ഇന്ത്യൻ ബാറ്റർമാർക്ക് 2 അക്കം കടക്കാൻ സാധിച്ചില്ല എന്നത് ശ്രദ്ധേയമാണ്. അഭിക്കൻ, യുദ്ധജിത്ത് എന്നിവരാണ് 2 അക്കം കടന്ന മറ്റ് ഇന്ത്യൻ താരങ്ങൾ. ആയുഷ് മാത്രയ്ക്ക് പുറമെ രാഹുൽ കുമാർ, ഹർവൻഷ് എന്നിവരും റൺ എടുക്കാതെ മടങ്ങിയപ്പോൾ കനിഷ്ക്, അംബരീഷ് എന്നിവരും നിരാശപ്പെടുത്തി. ഇംഗ്ലണ്ടിനായി ജാക്ക് ഹോം 4 വിക്കറ്റും സെബാസ്റ്റ്യൻ 3 വിക്കറ്റും വീഴ്ത്തി. 364 റൺസ് എന്ന കൂറ്റൻ വിജയലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ ഇംഗ്ലണ്ട് അണ്ടർ-19 ടീമിന് മികച്ച തുടക്കം ലഭിച്ചു. ഓപ്പണറായ ഡോക്കിൻസും ജോസഫും ചേർന്ന ആദ്യ വിക്കറ്റിൽ 14.1 ഓവറിൽ 104 റൺസ് അടിച്ചുകൂട്ടി. ഒരു ഘട്ടത്തിൽ ഇംഗ്ലണ്ട് അനായാസം വിജയം നേടുമെന്ന് തോന്നിച്ചു. എന്നാൽ ഈ കൂട്ടുകെട്ട് പൊളിച്ച് ഇന്ത്യക്ക് ആദ്യ ബ്രേക്ക് ത്രൂ നൽകിയത് നമാൻ ആയിരുന്നു. ജോസ് മൂറിനെ പുറത്താക്കി അദ്ദേഹം നിർണായക വിക്കറ്റ് നേടി. ഈ വിക്കറ്റിന് പിന്നാലെ ഇംഗ്ലണ്ട് ബാറ്റിംഗ് നിര തകരാൻ തുടങ്ങി. ബെൻ ഗോൾഡൻ ഡക്കായതിന് പിന്നാലെ അപകടകാരിയായ ബെൻ മടങ്ങിയത് ഇംഗ്ലണ്ടിന് വലിയ തിരിച്ചടിയായി. പിന്നീട് ക്രീസിലെത്തിയ റോക്കി സെഞ്ചുറിയുമായി ഒറ്റയ്ക്ക് പൊരുതിയെങ്കിലും അദ്ദേഹത്തിന് പിന്തുണ നൽകാൻ മറ്റാർക്കും സാധിച്ചില്ല. ഇംഗ്ലീഷ് ക്യാപ്റ്റൻ തോമസ് മാത്രമാണ് 2 അക്കം കടന്ന മറ്റൊരു പ്രധാന ബാറ്റ്സ്മാൻ. റോക്കി സെഞ്ചുറി പ്രകടനം ഇംഗ്ലണ്ടിന് പ്രതീക്ഷ നൽകിയെങ്കിലും ഇന്ത്യൻ ബൗളർമാർ കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റുകൾ വീഴ്ത്തി ഇംഗ്ലണ്ടിനെ സമ്മർദ്ദത്തിലാക്കി. ഒടുവിൽ ഇംഗ്ലണ്ട് അണ്ടർ-19 ടീം 45.3 ഓവറിൽ 308 റൺസിന് ഓൾ ഔട്ടായി. ഇതോടെ ഇന്ത്യ 62 റൺസിന് തകർപ്പൻ വിജയം നേടി. ഇന്ത്യക്കായി നമാൻ പുഷ്പക് 3 വിക്കറ്റും അംബരീഷ് 2 വിക്കറ്റും വീഴ്ത്തി മികച്ച ബൗളിംഗ് പ്രകടനം കാഴ്ചവെച്ചു. ഇംഗ്ലീഷ് ഓപ്പണർമാരെ പുറത്താക്കി ഇന്ത്യക്ക് ബ്രേക്ക് ത്രൂ നൽകിയതും പിന്നീട് മധ്യനിരയെ തകർത്തതും ഈ ബൗളർമാരാണ്. കൂറ്റൻ സ്കോർ പ്രതിരോധിക്കാൻ മികച്ച ബൗളിംഗ് പ്രകടനം അനിവാര്യമായിരുന്നു. ഇന്ത്യൻ യുവനിര അത് ഭംഗിയായി നിർവഹിച്ചു. 4ാം ഏകദിനത്തിലെ ഈ വിജയത്തോടെ 5 മത്സര പരമ്പരയിൽ ഇന്ത്യ 3-1 മുന്നിലെത്തി പരമ്പര സ്വന്തമാക്കി. ഇത് ഇന്ത്യൻ യുവതാരങ്ങൾക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്ന നേട്ടമാണ്. ഭാവി ഇന്ത്യൻ ക്രിക്കറ്റിന് മുതൽക്കൂട്ടാകുന്ന പ്രതിഭകളെ വാർത്തെടുക്കാൻ ഇത്തരം പരമ്പരാ വിജയങ്ങൾ അത്യന്താപേക്ഷിതമാണ്. ഈ പരമ്പരയിൽ വൈഭവ് സൂര്യവംശിയുടെ പ്രകടനം എടുത്തു പറയേണ്ട ഒന്നാണ്. 4ാം ഏകദിനത്തിൽ നേടിയ 143 റൺസ് മാത്രമല്ല, പരമ്പരയിലുടനീളം അദ്ദേഹം കാഴ്ചവെച്ച സ്ഥിരതയാർന്ന പ്രകടനവും ശ്രദ്ധേയമാണ്. പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ 19 പന്തിൽ നിന്ന് 48 റൺസ് നേടി മികച്ച തുടക്കം നൽകി. ഇംഗ്ലണ്ട് 1 വിക്കറ്റിന് ജയിച്ച 2ാം മത്സരത്തിൽ 34 പന്തിൽ നിന്ന് 45 റൺസ് നേടി. ഇന്ത്യ ജയിച്ച 3ാം മത്സരത്തിൽ വെറും 31 പന്തിൽ നിന്ന് 86 റൺസ് അടിച്ചുകൂട്ടി തന്റെ വെടിക്കെട്ട് ബാറ്റിംഗ് ശൈലി ഒരിക്കൽ കൂടി തെളിയിച്ചു. പരമ്പര വിജയം ഉറപ്പിച്ച 4ാം മത്സരത്തിൽ തകർപ്പൻ സെഞ്ചുറിയോടെ 143 റൺസ് നേടി. വൈഭവിന്റെ ഈ പ്രകടനങ്ങൾ ഇന്ത്യൻ അണ്ടർ-19 ടീമിന്റെ ബാറ്റിംഗ് നിരയ്ക്ക് വലിയ കരുത്താണ് നൽകിയത്. അദ്ദേഹത്തിന്റെ വെടിക്കെട്ട് ബാറ്റിംഗ് ശൈലി ടീമിന്റെ റൺ നിരക്ക് ഉയരുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു. ഭാവിയിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഒരു സ്ഥാനത്തിനായി മത്സരിക്കാൻ കഴിവുള്ള ഒരു യുവതാരമായി വൈഭവ് സൂര്യവംശിയെ ഇത് അടയാളപ്പെടുത്തുന്നു. ഇംഗ്ലണ്ടിനെതിരായ യൂത്ത് ഏകദിന പരമ്പരയിലെ ഈ വിജയം ഇന്ത്യൻ അണ്ടർ-19 ടീമിന്റെ കഴിവിന്റെയും കഠിനാധ്വാനത്തിന്റെയും തെളിവാണ്. വൈഭവ് സൂര്യവംശിയെയും വിഹാൻ മൽഹോത്രയെയും പോലുള്ള യുവ പ്രതിഭകളുടെ ഉദയം ഇന്ത്യൻ ക്രിക്കറ്റിന് വലിയ പ്രതീക്ഷ നൽകുന്നു.
ഈ മികച്ച ബാറ്റിംഗ് പ്രകടനങ്ങൾക്കൊപ്പം സമ്മർദ്ദഘട്ടങ്ങളിൽ വിക്കറ്റുകൾ വീഴ്ത്തിക്കൊണ്ട് ബൗളർമാർ നൽകിയ പിന്തുണയും ഈ വിജയത്തിൽ നിർണായകമായി. ഈ പരമ്പര വിജയം യുവതാരങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുമെന്നും ഭാവിയിൽ രാജ്യത്തിനായി മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ അവരെ പ്രചോദിപ്പിക്കുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം.